നിനക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് സേറ ഡോജയെടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ ഈ വീക്ക്നെസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ അതിനി എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക എന്ന് ഡോജെ തിരിച്ചു ചോദിക്കും. എന്നെപ്പറ്റി അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്, അത്രയും തരംതാണ രീതിയിൽ ഞാൻ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സേറ തിരിച്ചു ചോദിക്കും. അവൾ ശരിക്കും കൺസേണോടുകൂടിയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ ഡോജെ നമുക്ക് വീടിനകത്ത് പോയിരുന്നു സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സെറയും കൂട്ടി വീട്ടിലേക്ക് പോകും. ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോണ്ടാണല്ലേ എന്നെ നോക്കാതെ പോയത്. ഞാൻ വിചാരിച്ചു എന്നെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണെന്ന്. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഇത്രയും കാലം ഞാൻ അതുകൊണ്ടാണ് ദേഷ്യത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ സങ്കടത്തോടെയാണ് സേറ പറയുന്നത്. അപ്പം ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ സമയങ്ങളിലും എനിക്കതിനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം സേറ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം സംസാരിക്കുക സേറയായിരിക്കും. ദേഷ്യത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. എനിക്കതുകൊണ്ട് ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ സേറ ആണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടതിൻ്റെ കാരണം എന്ന് പറയാൻ വരുമ്പോഴത്തേക്കും ഡോജെ തിരിച്ചു കയറി ചോദിക്കും, അത് ഞാൻ കാരണമല്ലേ, എനിക്കത് മനസ്സിലാവും, എന്നോട് ക്ഷമിക്കണമെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങ് കുറ്റബോധമാണ്. ഞാനിത് അറിഞ്ഞില്ലല്ലോ, ഇതൊന്നും അറിയാതെ ഞാൻ എന്തുമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ അവളിങ്ങനെ ചോദിക്കും എൻ്റെ അച്ഛനെ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അച്ഛനെ തിരിച്ചറിയാൻ എനിക്ക് ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാരണം ഈ കണ്ടീഷൻ ഒന്നും അറിയാത്തപ്പോഴും ആദ്യം എന്നോട് വന്ന് സംസാരിക്കുകയും കൈതരുകയും ചെയ്തിരുന്നത് അച്ഛനായിരുന്നു എന്ന് ഡോജെ പറയും. അപ്പം അവൻ്റെ വിചാരം ഈ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ അമ്മയും യുഹാനും ഒക്കെ മറച്ചു വെച്ചിട്ടുണ്ട്, ആർക്കും കിട്ടാത്ത രീതിയിലാക്കിയിട്ടുണ്ടോ എന്നായിരുന്നു. പക്ഷെ അതെന്തായാലും ഇപ്പോൾ സേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആർക്കോ രഹസ്യം അറിയാമെന്ന് അവന് മനസ്സിലാവും. അപ്പോൾ അവളുടെ കൺസേൺ ജെന്യൂൻ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഡോജെ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പല പ്രാവശ്യം സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്, അതൊന്നും ഇത്രയും പോസിറ്റീവ് ഇല്ലായിരുന്നു. ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഞാൻ അത് സങ്കല്പിച്ച് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പക്ഷേ സന്തോഷമുണ്ട്. കാരണം സേറ എന്നോട് പെരുമാറുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു അനിയത്തി എത്ര കൺസേണോടുകൂടി ആയിരിക്കാം പെരുമാറുന്നത്, ആ രീതിക്കാണ്. അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് പിന്നെയും സങ്കടവും കുറ്റബോധവുമാണ്. എത്ര ഹൊറിബിളായിട്ടാണ് എന്നെപ്പറ്റി ഡോജെ മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. ഡോജയ്ക്ക് പറ്റിയ അബദ്ധം മറച്ചു വെക്കാനായിട്ട് സേഗി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഭൂമിക്ക് മനസ്സിലാവും. അതിനെപ്പറ്റി അവൾ കൂടുതൽ ചോദിക്കത്തില്ല. എന്നോട് പറയാൻ പറ്റുന്നതായിരുന്നെങ്കിൽ പറയുമായിരുന്നു എന്ന് എനിക്കറിയാമെന്നാണ് ഭൂമി അന്നേരം സേഗി എടുത്ത് പറയുന്നത്. ഡോജയുടെ ഡയറി കിട്ടി കഴിയുമ്പോൾ ജൂഹൻ ആകെ സംശയമാവും. അവൻ്റെ കണ്ടീഷൻ മോശമായതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറിനെ വിളിക്കും. ഡോക്ടർ പറയും, ഈ ഒരു കണ്ടീഷൻ ഇതിങ്ങനെ തന്നെ നിൽക്കും, അത് മോശമാവുക ഇമ്പ്രൂവ് ആവുക അങ്ങനെയൊന്നുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ഡോജയെ സഹായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഡോജയ്ക്ക് അവൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് കൊടുക്കുക മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ എന്ന് പറയും. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ചോർന്നിട്ടുണ്ട്, സെറയുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടെന്ന് ഡോജെ ജൂഹാൻ്റെ അടുത്ത് പറയും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാമെന്ന് ഉറപ്പ് കൊടുക്കും ജൂഹാൻ. അവൻ പോകാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇതുവരെ കൂടെ നിന്നതിനും ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കും എല്ലാം ഡോജെ നന്ദി പറയും. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ജൂഹാൻ ആണെങ്കിൽ അത് ടച്ചിങ് ആയിട്ട് തോന്നും. പക്ഷെ അവൻ കളിയായിട്ട് പറയും, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് സാലറി കൂട്ടി തന്നാൽ മതി. ഭൂമിക്ക് സംശയങ്ങളുണ്ടെന്ന് സേഗി പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ അവരോട് എല്ലാം തുറന്ന് പറഞ്ഞോളാം. ലൈഫ് ലോങ് സേഗിയുടെ കൂടെ കാണുന്ന ആളുകളാണല്ലോ, അവരോട് ഞാൻ എല്ലാം തുറന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് ഡോജെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. സേഗി ഭൂമിയെയും ഇൻഹോയെയും വീട്ടിലേക്ക് വിളിക്കും. അവർ വരുമ്പോൾ കാണുന്നത് ഡോജയെയാണ്. ഡോജെ അവൻ്റെ കണ്ടീഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഭൂമിക്കും ഇൻഹോയ്ക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണോ റൂഡായിട്ടൊക്കെ പെരുമാറിയത്? ഞാൻ വിചാരിച്ചു സ്വഭാവം അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണല്ലേ, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, എനിക്ക് ആദ്യം ഇയാളെ ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ ഭൂമി തുറന്നു പറയും. ഇൻഹോയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ആദ്യം കണ്ടപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ ഡോജയ്ക്ക് സന്തോഷമാണ്, രണ്ടുപേരും സത്യസന്ധമായിട്ട് എല്ലാം തുറന്നു പറഞ്ഞല്ലോ. തൻ്റെ ഫ്രണ്ട്സിനെ ഡോജെ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ സന്തോഷമാണ് സേഗിക്ക്. എന്നാൽ ഈ ഒരു കണ്ടീഷൻ വന്നതിന് ശേഷം തനിക്ക് ഫ്രണ്ട്സെ കാണത്തില്ല എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ സേഗി കാരണം, സേഗി ഒരു ഗേൾ ഫ്രണ്ടാണ്, എനിക്ക് ഫ്രണ്ട്സിനെയും കിട്ടി അതുവഴി എന്ന് പറഞ്ഞിട്ട് ഡോജയ്ക്കാണ് കൂടുതൽ സന്തോഷം. യൂറി അവളെ ഏൽപ്പിച്ച ആ സ്പൈയുമായിട്ട് മീറ്റ് ചെയ്യും. സേഗിയുടെ അമ്മയുടെ ഫ്യൂണറലിൻ്റെ അവിടുത്തെ CCTV ഫൂട്ടേജുമായിട്ടാണ് അയാൾ വന്നേക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനും പറ്റിയില്ല. പക്ഷേ ഇതിൽ സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അകത്തേക്ക് സേഗി കയറി പോകുന്നത് കാണുന്നില്ല, പക്ഷെ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. യൂറി ആലോചിക്കുമ്പോൾ ശരിയാണ്, അവൾ അകത്ത് വെച്ച് ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ലിപ്സ്റ്റിക് എടുക്കാനായിട്ട് തിരിച്ചു വന്നപ്പോൾ സേഗി അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രേഞ്ച് ആയിട്ട് ഇവരുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് തന്നെ വന്നു. കൃത്യസമയത്ത് തന്നെ അവിടെ ഷൂട്ടിങ്ങിന് വന്നു. അങ്ങനെ ഒരു കുട്ടി ആ സെറ്റിൽ അതിന് മുമ്പ് ഇല്ലായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിനും അവർക്ക് എന്തോ കൂടുതൽ സംശയങ്ങളാവും. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി എന്തായാലും വരത്തില്ല.
ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതാവാനേ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കും. അടുത്ത ദിവസം സേകി ചെല്ലുന്ന ഹെയർ സലൂണിലേക്ക് യൂറി വരും. എന്നിട്ട് ആ ചൈൽഡ് ആക്ടറിനെ പറ്റി ചോദിക്കും. ആ കുട്ടി ആരായിരുന്നു, പെട്ടെന്നാണല്ലോ നമ്മൾ സെറ്റിൽ വന്നത്, എനിക്ക് അതിന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഒന്ന് വേണമായിരുന്നു, ഒരാവശ്യം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഭൂമി പറയാം അതെന്റെ റിലേറ്റീവിന്റെ കുട്ടിയായിരുന്നു എന്ന്. ഇങ്ങനെ ബഹളം ആവുമ്പം യൂറി ഇങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. അന്നേരം അപ്പുറത്ത് വേറൊരു കസ്റ്റമർ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിക്കാമോ, എന്തൊരു ശല്യമാണിത്, ഇവിടെ വേറെ കസ്റ്റമേഴ്സ് ഉള്ളത് കണ്ടില്ലേ എന്ന് ചോദിക്കും. ഇവർ നോക്കുമ്പോൾ അത് സേറയാണ്. ഇവരും സേറെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ യൂരി വിചാരിക്കും അവളെ തിരിച്ചറിയുന്നു. എന്നെ അറിയത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ആരാണെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഭൂമിക്കും സേകിക്കും സന്തോഷമാവും. എനിക്ക് വേറെ ആരെയും അറിയത്തില്ല, എനിക്ക് സേകിയെ അറിയാമെന്നുണ്ടേ പറയും. അതും കൂടെ കേൾക്കുമ്പോൾ യൂറിക്ക് ദേഷ്യം കൂടിയിട്ട് ഇവിടെ VIP മാത്രമേ വരത്തുള്ളൂ എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവൾ പോയി കഴിയുമ്പോൾ സേകി സേറയുടെ അടുത്ത് നന്ദി പറയും. ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്തോന്നും അല്ല, ശരിക്കും ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും സേകി വീണ്ടും ചോദിക്കും ഇവിടെ സ്ഥിരം വരുന്ന സ്ഥലമാണോ എന്ന്. ഞാൻ സ്ഥിരമായിട്ട് വരുന്നതല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വന്നത്, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല എന്ന് സേറ പറയും. അവൾ പോകാൻ തുടങ്ങുമ്പോൾ സേകി അവളോട് പറയുന്നത് ഇൻഹോ ഇയാളുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നാണ്. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് ഇൻഹോയുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടാണ് സേറ പോകുന്നത്. വീട്ടിൽ അതുപോലെ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കോളോ മെസ്സേജോ ഉണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻഹോ. അവസാനം അവന് പാർട്ട് ടൈം ജോബിന് പോകാനുള്ള സമയമാവും. അവൻ പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും അമ്മയും അച്ഛനും അനിയത്തിയും കൂടി അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. കയ്യിൽ കേക്കൊക്കെ ഉണ്ട്. കാരണം അമ്മ അവൻ എന്താണോ ഇഷ്ടം അങ്ങനെ ചെയ്തോട്ടെ എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് കാണുന്നുണ്ട് അവൻ, പക്ഷേ അറിയാതെ പറഞ്ഞു പോകുന്നത് ഞാൻ പ്രീസ്റ്റ് ആകണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയ്ക്കും സന്തോഷമാണ്. അമ്മ വിചാരിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ്. പക്ഷെ അനിയത്തി പറയും ഇല്ല, ഞാൻ അവന്റെ മുഖത്തെ ആ ഭാവം ഒരുപാട് ആൺകുട്ടികളുടെ മുഖത്ത് കണ്ടിട്ടുണ്ട്, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയും. അച്ഛനും അമ്മയും അത് വിശ്വസിക്കത്തില്ല. ഡയറക്ടർ കിം കിഹോ ആയിട്ട് മീറ്റ് ചെയ്യും. നമ്മളുടെ പ്ലാൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഡോജയെ മാറ്റി സേറെ CEO ആക്കണം, അതിനുശേഷം കമ്പനി പിടിച്ചെടുക്കണം, അതാണ് ഇവരുടെ ഉദ്ദേശം. എന്താണ് ഡോജയുടെ വീക്ക്നെസ് എന്നാണ് പറഞ്ഞതെന്ന് കിം ചോദിക്കുമ്പോൾ ഇപ്പൊ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സമയമാവട്ടെ അന്നേരം ഞാൻ പറയാമെന്നാണ് പറയുന്നത്. സേറ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂടെ ചെല്ലും കിഹോ. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ മറുപടി ഒന്നും പറയത്തില്ല. ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അതിന് സേറ തിരിച്ചു പറയുന്നത് ഗിഫ്റ്റ് ആണോ ബോംബാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഇൻഫർമേഷൻ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നു, ആരുമായിട്ട് സംസാരിക്കുന്നു എന്നതനുസരിച്ചിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇതിനും ഇഷ്ടപ്പെടത്തില്ല. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, നിനക്ക് വേണ്ടിയിട്ടാണ്, നീയാണ് എന്നെ ആദ്യം അപ്രോച്ച് ചെയ്തതെന്ന് പറയും. അപ്പം ശരിയാണ്, ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് നടന്നു പോകുമ്പം ഇവൻ പുറകെ ചെന്ന് കൈ പിടിച്ചിങ്ങനെ തിരിച്ചു നിർത്തുന്നതാണ്. ഇവളുടെ കൈ കൊണ്ടിട്ട് അതുവഴി നടന്നു വന്ന ഒരു കപ്പിളുടെ കയ്യിൽ നിന്ന് കോഫി താഴെ പോകും. ഇവളുടെ കൈ തട്ടിയിട്ടാണ് പോകുന്നത്. ഇത് കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ കാർഡ് എടുത്ത് കൊടുത്തിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോളാൻ അവരോട് പറയും. അപ്പം അതിലെ കൂട്ടത്തിലെ ആൺകുട്ടി ഇവനോട് ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി അയാളെ വിളിച്ചോണ്ട് പോകും. ഇത് കാണുമ്പോൾ സേറയ്ക്ക് അങ്ങ് ദേഷ്യം വരും. അവരോടൊരു സോറി പറഞ്ഞുകൂടെ, അപ്പോളജൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ചോദിക്കും. അതിന്റെ ആവശ്യം എന്താണെന്നാണ് ഇവനോട് തിരിച്ചു ചോദിക്കുന്നത്. സേറയുടെ കാലിലും ഷൂസിലും ഇത് വീണിട്ടുണ്ടായിരുന്നു. അതൊരു പുതിയ ഷൂ വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് കിഹോ വീണ്ടും ചോദിക്കും. അന്നേരം സേറ നോക്കുന്നുടനെ ഇൻഹോ അവിടേക്ക് വന്ന് കുനിഞ്ഞിരുന്ന് അവന്റെ ഷർട്ടിന്റെ സ്ലീവ് കൊണ്ട് ഇവളുടെ കാലിൽ വീണ കോഫി ഇങ്ങനെ തുടച്ചു കൊടുക്കും. അത് കാണുമ്പോൾ ഈ ആള് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റിയതെന്ന് കിഹോ എടുത്ത് ഇവള് പറയും. അപ്പം അവനാകെ ദേഷ്യമാവും. ദേഷ്യത്തിൽ അവിടുന്ന് പോകും. ഇൻഹോ ഇവളെ നോക്കിയിട്ട് ചോദിക്കും എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന്. ഞാൻ ഇപ്പം വിളിക്കുന്നു, വരാമോ എന്ന് സേറ അപ്പം തിരിച്ചു ചോദിക്കും. ഞാനിവിടെ ജോലിയിലാണ്. അപ്പം അവൻ ലക്ഷറി ബാഗ്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, അത് മുഴുവൻ വിറ്റാലേ പോകാൻ പറ്റൂന്ന് പറയും. അന്നേരം തന്നെ സേറ അത് മുഴുവൻ വാങ്ങിക്കും. ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇൻഹോ സേറയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ പ്രശ്നമില്ലല്ലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സേറ തിരിച്ച് ഇൻഹോയുടെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് ആകാനായിട്ട് തീരുമാനിച്ചതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എനിക്ക് നല്ലൊരാളാകണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പ്രീസ്റ്റ് ആകാമെന്ന് തീരുമാനിച്ചു, അതുകൊണ്ടാണെന്ന് പറയും. എത്ര നല്ലതാണ് അങ്ങനെ ഒരു റീസൺ ഇല്ലാതെ അങ്ങനെ ഒരു ഡ്രീം വരുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ലായിരുന്നു, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വീക്കാണെന്ന് തോന്നരുത്, എല്ലായിടത്തും ഞാൻ ജയിക്കണം, ബോൾഡ് ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഓരോ പ്രാവശ്യവും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അതൊരു ശീലമായിപ്പോയി. അപ്പം എന്തായാലും ഇയാളുടെ ഡ്രീം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഞാൻ കാരണമാകത്തില്ല.
തനിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ, ഞാനത് അക്സെപ്റ്റ് ചെയ്തോളാം എന്ന് സേറ പറയും. ഇയാൾ എന്തിനാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്? എനിക്കും കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ ഡ്രീം ഒരു പ്രീസ്റ്റ് ആവുക എന്നുള്ളതിൽ നിന്ന് സേറ എന്ന വ്യക്തിയിലേക്ക് മാറിയതെന്ന് എനിക്കറിയണം നിൻഹോ പറയും. അപ്പം സിൻസിയർ ആയിട്ടാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലാവുമ്പോൾ സേറയ്ക്ക് സന്തോഷമാവും. എനിക്കൊരു സമയത്ത് ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ പേടിയായിരുന്നു, എല്ലാത്തിനോടും പേടിയായിരുന്നു. സെഗിയെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒന്നിനോടും പേടിയില്ലാതായതെന്നാണ് ഡോജെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യമാണ്, നമുക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്ന് സെഗി ഡോജെ എടുത്ത് പറയും. ഭൂമി സെഗിയുടെ പപ്പയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ സ്പൈ അവളുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. അപ്പം ആരാന്ന് ഭൂമി ചോദിക്കുമ്പോൾ അയാള് സസ്പീഷ്യസ് ആയിട്ട് തോന്നാതിരിക്കാൻ ഇത് ഞാനാണെന്ന് പറയും. അപ്പോൾ ഭൂമിയാണെങ്കിൽ ചോദിക്കുന്നത്, അയ്യോ ആ സമയമായോ? സമയം ആയില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇങ്ങനെ ആയത്? എവിടെ പോവുക, ഡോജയെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇയാള് ഭൂമി ചോദിക്കുന്നതിനൊക്കെ ഇങ്ങനെ മൂളിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പപ്പി ഇയാളെ നോക്കി കുരയ്ക്കും. ഭൂമി എന്തിനാ വിചാരിക്കുന്നത് അതിന് തണുത്തിട്ടാണെന്ന് വിചാരിച്ചിട്ട് ശരി എന്നാൽ പൊക്കോ, ഞാൻ വീട്ടിലേക്ക് പോവാം, പപ്പിയും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് ചെല്ലും. സെഗിയെ പഴയ രൂപത്തിൽ കണ്ടു കഴിയുമ്പോൾ ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്തോ എന്ന് ഭൂമി ചോദിക്കും. അതിന് ഞാൻ മാറിയില്ലല്ലോ, സമയം ആയില്ലല്ലോ എന്ന് സെഗി തിരിച്ചു ചോദിക്കും. അന്നേരമാണ് ഭൂമിക്ക് കാര്യം മനസ്സിലാവുന്നത്. അബദ്ധമായി, ഞാൻ ഒരാളോട് സംസാരിച്ചു, ആർക്കോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ഇനി സൂക്ഷിക്കണം എന്ന് പറയും. പിറ്റേ ദിവസം സെഗി നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കാറിലിരുന്ന് ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. പുറകെ ഭൂമി വന്നിട്ട് ഡോറ് തുറക്കും. അയാൾ ഇപ്പുറത്തൂടെ രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ സെഗി അപ്പുറത്ത് നിൽപ്പുണ്ടാവും. രണ്ടുപേരും കൂടെ ഇയാളെ പിടിച്ചിട്ട് ഇയാളുടെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡൊക്കെ ഊരിയെടുക്കും. എന്നിട്ട് ആരാണ് ഇത് ഏൽപ്പിച്ചതെന്ന് പറയാനായിട്ട് പറയും. അങ്ങനെ അയാളെ കൊണ്ട് പറയിക്കും. എന്നെ ഫോളോ ചെയ്യാനായിട്ട് ആളെ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കട്ടെ എന്ന് സെഗി യൂറിയോട് ചോദിക്കും. യൂറി പക്ഷെ കൂസലില്ലാതെയാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഭൂമി ഒരു സ്ട്രേഞ്ചറിനെ നോക്കി സെഗി എന്ന് പേര് വിളിച്ച് സംസാരിച്ചതെന്ന് അവൾ തിരിച്ചു ചോദിക്കും. എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ട് സെഗി ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യൂറി അവളുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ സെറ്റില് അതുവരെ അവിടെ ഇല്ലാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്? അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ സെറ്റിൽ നിന്നും കാണാതാവും. ഒരു അവാർഡ് ഫംഗ്ഷനിൽ പോലും ഇയാൾ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് പിന്നിലൊക്കെ എന്തായിരിക്കും കാരണം എന്ന് ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. അന്നേരമാണ് എനിക്ക് അമ്മയുടെ ഫ്യൂണറലിൻ്റെ അവിടുത്തെ CCTV ഫുട്ടേജ് കിട്ടുന്നത്. അതിൽ ഇയാൾ അകത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല, പക്ഷെ പുറത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. അകത്ത് പോകാത്ത ആളെങ്ങനെയാണ് തിരിച്ചു വരുന്നത്? ഞാനെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഒറ്റ എക്സ്പ്ലനേഷനേ ഇതിനുള്ളൂ. ഇയാൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സമയമായല്ലേ എന്ന് യൂറി സെഗി എടുത്ത് ചോദിക്കും. അവൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും. ഇയാൾ വീണ്ടും ഒളിച്ചോടുവാണോ എന്ന് പറഞ്ഞിട്ട് സെഗിയുടെ പുറകെ യൂറി ലിഫ്റ്റിൽ കയറും. സെഗിക്ക് ദേഷ്യം വരും. ലിഫ്റ്റ് നിർത്തിയിട്ട് അവൾ പറയും, ഇയാൾക്ക് സംശയം തീർക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ തന്നെ നിന്നോ, രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നോ എന്ന് നോക്ക്, ഇല്ലെങ്കിൽ എനിക്ക് മാറ്റം വരുന്നവരെ ഇയാൾ എൻ്റെ കൂടെ നിന്നോളാനായിട്ട് പറയും. ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഉടനെ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, ഇയാളും കൂടെ എൻ്റെ കൂടെ വാ. സെഗി വരുന്നതെന്ന് പറഞ്ഞാൽ ആരായാലും സമ്മതിക്കാതിരിക്കത്തില്ല, ഞാൻ എല്ലായിടത്തും പറഞ്ഞേക്കാം, നമുക്ക് ഒന്നിച്ചതിൽ പങ്കെടുക്കാം. അതാകുമ്പോൾ അവർ 24 മണിക്കൂറും എല്ലാ ദിവസവും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിന് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കും. സെഗി അത് സമ്മതിക്കും. കാര്യങ്ങളെല്ലാം സെഗി വന്ന് ഭൂമിയെടുത്ത് പറയും. ഇത്രയും കാലം തന്നെ ഇത് രഹസ്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് എന്തോ ഭാഗ്യമാണ്. എന്തെങ്കിലും ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അറിഞ്ഞത് യൂറി ആയിപ്പോയി എന്ന് സെഗി പറയുമ്പം, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്നെ വിശ്വാസം ഉണ്ടല്ലോ, എന്നെ ട്രസ്റ്റ് ചെയ്താൽ മതി, ഈ സിറ്റുവേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഭൂമി സെഗിക്ക് ഉറപ്പ് കൊടുക്കും. അതുപോലെ ഓഫീസിൽ വെച്ചിട്ട് ഡോജെ സേറയെ തിരിച്ചറിയാതെ അവളെ പാസ് ചെയ്ത് പോകും. അന്നേരമാണ് അവൾ നോക്കുമ്പോൾ ഡയറക്ടർ കിം അവിടുന്ന് വരുന്നത് കാണുന്നത്. അയാൾക്കൊന്നും സംശയം തോന്നാതിരിക്കാനായിട്ട് ഇവള് പുറകെ നിന്ന് ഡോജയെ വിളിക്കും. എന്നോട് ദേഷ്യം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് സേറ വിളിച്ചു ചോദിക്കുന്നത്. അപ്പം ഇവൻ എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ കിം നിങ്ങളും എന്താണ് എന്നെ ഗ്രീറ്റ് ചെയ്യാതെ പോകുന്നതെന്ന് വിളിച്ചു ചോദിക്കും. അപ്പം അയാൾ ഇവിടെ ഉണ്ടെന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. രണ്ടുപേരും എന്നിട്ട് തിരിഞ്ഞ് ഓഫീസിലേക്ക് പോകും. അയാൾക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഹെൽപ്പ് ചെയ്താന്ന് ഡോജയ്ക്ക് മനസ്സിലാവും. അപ്പം എൻ്റെ കണ്ടീഷൻ ശരിയാണോ, അറിഞ്ഞത് ശരിയാണോ എന്ന് കൺഫേം ചെയ്യാൻ വന്നതാണോ എന്ന് സേറ അടുത്ത് ചോദിക്കും. അവളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫിഷ് ടാങ്കിൽ അവൾ കൊടുത്ത ഫിഷ് കിടപ്പുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഇതിൽ അതാണെന്ന് ഡോജെ പറയും. അന്നേരം സേറ പറയുന്നത്, ഞാൻ ആദ്യം എടുത്ത തീരുമാനത്തിൽ ഞാൻ കംഫർട്ടബിൾ അല്ല. ആ മെഡിക്കൽ ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടിയത് കീഹോയുടെ കയ്യിൽ നിന്നാണ്. ഇതുപോലെ കീഹോയും ഡയറക്ടർ കിമും കൂടി ഡോജയെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുവാണ്. ഞാനും ആദ്യം അവരുടെ കൂടെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അവരെ ചതിച്ചിട്ട്
ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുവാണെന്ന് പറയും. എന്താണ് അതിന്റെ റീസൺ എന്ന് ഡോജി ചോദിക്കുമ്പോൾ, എനിക്ക് ക്രഷ് ഉള്ള ആൾക്ക് വിക്കഡായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നല്ലതാവാൻ ശ്രമിക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. അപ്പൊ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പേ അവൾ അവിടുന്ന് പോകും. സെഗിയും യൂറിയും കൂടി ഒന്നിച്ചൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇന്റർവ്യൂവർ വിളിച്ചു നോക്കുമ്പോൾ സെഗി ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ദേഷ്യം വരും. സെഗി വീണ്ടും പഴയതുപോലെയായി, പഴയ പണി തുടങ്ങിയെന്ന് തോന്നുന്നു, കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യൂറിക്ക് സന്തോഷമാവും. ട്രാൻസ്ഫോം ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടാവും എന്ന് അവൾ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ഇന്റർവ്യൂവറുടെ അടുത്ത് പറയും, നമുക്ക് സെഗിയുടെ വീട്ടിലേക്ക് പോകാമെന്ന്. ഇവിടെ എന്നിട്ട് മെസ്സേജ് അയക്കും സെഗിക്ക്, ഞങ്ങൾ വീട്ടിലേക്ക് വരുവാണ്, അവിടെ വെച്ച് ഇന്റർവ്യൂ എടുക്കാമെന്ന്. ഈ സമയം സെഗി ഒരു വയസ്സായ ആളായിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ അവള് ഭൂമിക്കും മെസ്സേജ് അയക്കും, ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് യൂറി പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഭൂമി അന്നേരം തന്നെ വീട്ടിലേക്ക് വന്ന് സെഗിയെ ഭൂമിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് ഇൻഹോയെ വിളിച്ച് പറയും, എൻ്റെ വീട്ടിലേക്ക് ചെല്ലണം, സെഗി അവിടെ ഉണ്ട്, ഇങ്ങനെ സംഭവിച്ചു, സെഗിയെ നോക്കിക്കോണം എന്ന് പറയും. എന്നിട്ട് റിപ്പോർട്ടർ പാർക്കിനെ വിളിച്ചിട്ട് എനിക്ക് ആക്സിഡന്റ് ആയി എന്ന് പറയും. ഫോൺ കോൾ വെച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഭൂമി ഇരുന്ന് സംസാരിക്കും, ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ട് എന്ത് വന്നാലും സെഗിയെ പ്രൊട്ടക്ട് ചെയ്യണം, ഇതെന്റെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ചതാണ്, സെഗിയുടെ മാനേജർ CEO എന്ന നിലയിൽ ഞാൻ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൾ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയി ഒരു മരത്തിലിടിച്ച് നിൽക്കും. എല്ലായിടത്തും അങ്ങനെ ന്യൂസ് ഒക്കെ വരും, ഭൂമിക്ക് ആക്സിഡന്റ് ആയതുകൊണ്ട് സെഗിയുടെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് ഇന്റർവ്യൂവർക്കും മെസ്സേജ് ഒക്കെ വരും, കാണും. അങ്ങനെ യൂറി എടുത്ത് പറയും, വെറുതെ പറയുന്നതായിരിക്കും അവൾ പറയുന്നുണ്ട്, പക്ഷെ എല്ലായിടത്തും ന്യൂസ് വന്നിട്ടുണ്ട്, അപ്പം ഉള്ള കാര്യം തന്നെയാണെന്ന് അവർ ഉറപ്പിച്ച് പറയും. ഇങ്ങനെയാണ് ഇപ്രാവശ്യം രക്ഷപ്പെടുന്നതെന്നാണ് യൂറി അന്നേരം മനസ്സിൽ വിചാരിക്കുന്നത്. വിവരം അറിഞ്ഞ ഓടി ഇൻഹോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഭൂമിക്ക് ബോധം ഇല്ലാതെ കിടക്കുകയാണ്. ആക്സിഡന്റിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. ഭൂമി പറഞ്ഞതനുസരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പക്ഷെ അവന്റെ ഫ്രണ്ടിൽ കൂടിയാണ് സെഗി നടന്നു പോകുന്നത്. അവൻ തിരിച്ചറിയുന്നില്ല അത് സെഗിയാണെന്ന്. അന്നേരം ഡോജയുടെ കോള് വരും. അവൻ ഹോസ്പിറ്റലിൽ പോയി എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് ഭൂമിയുടെ കൂടെ വേറെ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവിടെ ആരും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻഹോയെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇൻഹോ പറയും, ഭൂമി ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫോം ചെയ്തു, ഭൂമിയുടെ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ആരും ഇല്ല എന്ന് പറയും. ഡോജെ സെഗിയുടെ വീട്ടിൽ തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഇല്ല. ഇപ്രാവശ്യം കുറച്ച് ദിവസത്തേക്ക് ഞാൻ മാറി നിൽക്കുകയാണ്, ഇങ്ങനെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യാന്ന് സെഗി അവന് മെസ്സേജ് അയക്കും. ഇവൻ തിരിച്ച് വിളിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്, മെസ്സേജ് അയക്കും, എങ്ങോട്ടേക്കാണ് പോയത് ഒന്ന് റിപ്ലൈ തരാനൊക്കെ പറയും. സെഗി പക്ഷെ പിന്നീട് കോൾ അറ്റൻഡ് ചെയ്യുകയോ അവൻ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോജയ്ക്ക് ജോലിയിലൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സെഗിയെ പോലെ ആരെങ്കിലും കണ്ടാൽ അന്നേരം തന്നെ വണ്ടി നിർത്തി ചെന്നിട്ട് സെഗി അല്ലാന്ന് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് അവൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. വയസ്സായ സെഗിയെ പാസ് ചെയ്ത് ഇവൻ പോകും. ആദ്യം ഇവനൊന്നും തോന്നത്തില്ല, പക്ഷെ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവനെന്തോ സെൻസ് ചെയ്യും. അപ്പൊ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വയസ്സായ ആള് സെഗിയാണെന്ന് അവന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. ഡോജെ അവളെ തിരിച്ചറിഞ്ഞു എന്നറിയുമ്പോൾ സെഗി ഫോൺ ചെയ്യും, ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത്, പക്ഷെ ഒരു പ്രശ്നം പറ്റി, എനിക്ക് എന്നത്തെയും പോലെ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ച് പഴയ രൂപത്തിലേക്ക് ആകാനായിട്ട് പറ്റുന്നില്ല, ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഹുഡിയും മാസ്കും മാറ്റി ഇപ്പോഴത്തെ രൂപം ശരിക്കുള്ളത് കാണിച്ചു കൊടുക്കും. നിസ്സഹായനായിട്ട് ഡോജെ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ബസ് പാസ് ചെയ്യും. അത് കഴിഞ്ഞ് നോക്കുന്ന ഉടനെ സെഗി അവിടെ കാണത്തില്ല.